എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 7x+2 49(2x-3) ആയാൽ എക്സിൻ്റെ വില എത്ര? 7x+2 ഇതുപോലെ തന്നെ ഇത് 7ൻ്റെ പവറാക്കി എഴുതാം. 49 നമുക്കറിയാം 7 സ്ക്വയറാണ്. (2x-3) a⁻m a⁻m റിവേഴ്സ് അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. 7/2 2x-3 ആ നിയമം അനുസരിച്ച് 7x+2 7x+2 ഇനി 2 ഇതിനകത്തോട്ട് 2ലോട്ടും കയറ്റി ഗുണിക്കുക. 2 × 2x 4x 2 × -3 -6. ഇവിടെ a⁻x a⁵, അതായത് ബേസ് രണ്ടും തുല്യമായാൽ നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. എക്സിന്റെ വില 5 ആണ്. അപ്പോൾ ആ നിയമം അനുസരിച്ച് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇവിടെ ബേസ് 2 7 ആണ്. അപ്പോൾ നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. 4x - 6 x+2. ഈ 4x - 6 x+2 തുല്യമാണ്. 4x - x രണ്ടും ഒരു സൈഡിലാക്കുക, സംഖ്യ ഒരു സൈഡിലാക്കുക. ഇവിടെ 2 ഉണ്ട്. ഈ -6 ഇപ്പുറം വരുമ്പോൾ 2 + 6 8. 4x - x മീൻസ് 1x. 4x നിന്ന് ഒരു x പോയാൽ 3xന്റെ വില 8 ആണ്. വിച്ച് ഇംപ്ലൈസ് x = 8/3. കൂടെ കിടക്കുന്ന 3 കൊണ്ട് ഹരിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 49നെ 7 സ്ക്വയറിന് എഴുതുന്നു. a⁻m a⁻m × n. അതുകൊണ്ട് നമുക്ക് 2 × 2x-3 7x+2 ഈ 2 ഇതിനകത്തോട്ട് കയറ്റി ഗുണിക്കുക. 2 × 2x 4x 2 × -3 -6. ഇവിടെ ബേസ് രണ്ടും തുല്യമാക്കാൻ വേണ്ടി നമ്മൾ 7ൻ്റെ പവറാക്കി എഴുതിയത്. ഇവിടെ 7 ആയതുകൊണ്ട് ഇവിടെ 7ൻ്റെ പവറാക്കി എഴുതി. അപ്പോൾ ബേസ് രണ്ടും തുല്യമായതുകൊണ്ട് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. 4x - 6 എന്ന് പറഞ്ഞാൽ x+2 ആണ്. അല്ലെ തിരിച്ച് x+2 അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതിയാലും അങ്ങനെ കിട്ടും. 4x - 6 x സംഖ്യ രണ്ടിടത്തും ഒരിടത്തും കൊണ്ടുപോവാ. 2 ഈ -6 ഇപ്പുറം വരുമ്പോൾ +6 = 4x. ഈ x ഇപ്പുറം വരുമ്പോൾ -x. 8 = 4x - x 3x. അതായത് 3x = 8 ആണെങ്കിൽ x കാണാൻ കൂടെ കിടക്കുന്ന 3 കൊണ്ട് ഹരിക്കുക. 8/3 ഓപ്ഷൻ ബി ആണ് ഉത്തരം. രണ്ട് സംഖ്യകളുടെ ആകെത്തുക 8ഉം ഗുണനഫലം 15 ആണെന്ന് തന്നിട്ടുണ്ട്. ആണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്ര? സംഖ്യകൾ നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എക്സും വൈയും എന്ന് എടുക്കുന്നു. എക്സും വൈയും എന്നോ എയും ബി എന്നോ ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്. x+y 8 എന്ന് തന്നിട്ടുണ്ട്. സംഖ്യകളുടെ ഗുണനഫലം x × y എന്ന് പറഞ്ഞാൽ 15 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി സംഖ്യകൾ എക്സും വൈയും ആയാൽ അവയുടെ പരസ്പര സംഖ്യകൾ, എക്സിന്റെ പരസ്പര സംഖ്യ എന്ന് പറഞ്ഞാൽ 1/x, വൈയുടെ പരസ്പര സംഖ്യ എന്ന് പറഞ്ഞാൽ 1/y. അവയുടെ തുക, പരസ്പര സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടെ കൂട്ടുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 1 × x + 1 × y x × y സമം 1 × x x+y xy. x+y എത്രയാണെന്ന് നമുക്കറിയാം. x+y 8, xy 15. അതിൻ്റെ രണ്ടിനെ വിലയും കൊടുത്താൽ മതി. 8/15 ഓപ്ഷൻ സി ആണ് ഉത്തരം. രണ്ട് സംഖ്യകളുടെ തുക 8ഉം ഗുണനഫലം 15 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്ര? സംഖ്യകൾ xy ആണെന്നിരിക്കട്ടെ. അപ്പോൾ അവയുടെ തുക x+y 8 xy 15 തന്നിട്ടുണ്ട്. ഇനി പരസ്പര സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1/x 1/y ആണ് അവയുടെ തുക. അപ്പം ഇങ്ങനെ വരുമ്പോൾ 1 × x + 1 × y ക്രോസ് x × y ആണ്. 1 × x + 1 × y / x × y. ദാറ്റ് ഈസ് x+y xy. x+y 8 ആണ്. xy 15 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8/15 ഓപ്ഷൻ സി ആണ് ഉത്തരം. രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6. സംഖ്യകളുടെ അനുപാതം എത്ര? 5:6 ആയാൽ സംഖ്യകൾ 5x ഉം 6x ആണ്. അനുപാതം അങ്ങനെ ഒരു ബന്ധമുണ്ട്. 5x ഉം 6x ആണ്. അപ്പൊ നമുക്ക് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 480 തന്നിട്ടുണ്ട്. 5x 6x കൂടെ ഗുണിച്ചാൽ ആദ്യത്തെ സംഖ്യ 5x, രണ്ടാമത്തേത് 6x ഗുണിച്ചാൽ 480. അതായത് 5 × 6 30. x × x 30x². ഇത് രണ്ടും കൂടെ x കൂടെ ഗുണിക്കുക, 5 6 കൂടെ ഗുണിക്കുക. 30x² വില 480. അപ്പോൾ x² കാണാൻ കൂടെ കിടക്കുന്ന 30 വെച്ചിട്ട് ഹരിക്കുക. 0 48നെ
3 വെച്ച് ഹരിക്കുമ്പോൾ 16 കിട്ടും. എക്സ് സ്ക്വയറിന്റെ വില 16. അങ്ങനെയാണെങ്കിൽ എക്സ് കാണാൻ റൂട്ട് കണ്ടാൽ മതി. എക്സ് സമം റൂട്ട് 16 സമം 4. ഇവിടെ ചെറിയ സംഖ്യ ചോദിച്ചെങ്കിൽ 5x. ചെറിയ സംഖ്യയാണ് ക്വസ്റ്റിനിൽ ചോദിച്ചെങ്കിൽ 5x കാണുക. ഇവിടെ നമുക്ക് വലിയ സംഖ്യ ചോദിച്ചേക്കുന്നത്. വലിയ സംഖ്യ എത്രയാണ്? 6x. 6x കണ്ടാൽ എക്സിന്റെ വില കൊടുത്താൽ മതി. വലിയ സംഖ്യ സമം ആണെങ്കിൽ വലിയ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ചെറിയ സംഖ്യ ചോദിച്ചെങ്കിൽ 5x. സംഖ്യകൾ 5x 6x ആണ്. വലിയ സംഖ്യ ചോദിച്ചുകൊണ്ട് 6x. 6 ഗുണം എക്സ്. എക്സിന്റെ വില കണ്ടുപിടിച്ചു. 4 സമം 24. ഓപ്ഷൻ സി ആണ് ഉത്തരം. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ ആകെത്തുക 976 ആണെങ്കിൽ ആ 4 സംഖ്യകളിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ ശരാശരി കാണാം. ആദ്യം നമുക്ക് ശരാശരി എങ്ങനെ കാണും? ആകെ ഡിവൈഡഡ് ബൈ എണ്ണം. ആകെ എത്ര? 976/4. 244 വരും. ഈ 244 തൊട്ട് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതുമായിട്ടുള്ള തൊട്ട് മുമ്പുള്ള 2 ഒറ്റസംഖ്യ എഴുതുക. അതിന് ശേഷമുള്ള 2 ഒറ്റസംഖ്യ എഴുതുക. അതായത് 244 മുമ്പുള്ള ഒറ്റസംഖ്യ 243, 241. ഇനി അതിന് ശേഷമുള്ള എഴുതുക 245, 247. ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചെങ്കിൽ 241. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ എത്ര തന്നിട്ടുണ്ട്? ആകെ ഡിവൈഡഡ് ബൈ എണ്ണം. അത് 244 കിട്ടും. അത് ഇരട്ട സംഖ്യയാണല്ലോ. അതിന് തൊട്ട് മുമ്പുള്ള 2 ഒറ്റ സംഖ്യകൾ, അതിന് ശേഷമുള്ള 2 ഒറ്റ സംഖ്യകൾ എഴുതും. അതിൽ ഏറ്റവും ചെറുത് ചോദിച്ചുകൊണ്ട് 241. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏറ്റവും വലുതായി ചോദിച്ചെങ്കിൽ 247. ശ്രേണി എങ്ങനെയാ പോയേക്കുന്നതെന്ന് നോക്കാം. 5, 6, 14, 45 അടുത്തത് വരും. അപ്പൊ ഇവിടെ ആദ്യത്തേത് വന്നേക്കുന്ന 5 × 1 + 1 6. അടുത്ത 6 × 2 + 2. എത്രയാണ് ഇവിടെ ഗുണിക്കുന്നത്? അത് കൂട്ടുക. 12 × 2 14. ഇനി 14 കിട്ടിയത്. 14 × 3 പ്ലസ് എത്ര ഗുണിച്ചോ അത് കൂട്ടുക. +3. 14 × 3 + 3. അതാ മൂന്നാമത്തെ വരിയിൽ. അതായത് 42, 3, 45. ഇനി അടുത്ത നമുക്കറിയേണ്ട 45 × 4 + 4. അത് 180 + 4 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 184. ഇവിടെ ശ്രേണി എങ്ങനെയാ പോയേക്കുന്നത്? ഒരു പ്രത്യേക പാറ്റേണിലാണ് പോയേക്കുന്നത്. ആ പാറ്റേൺ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതായത് ഏത് പാറ്റേണിലാണ് പോയേക്കുന്നത് അതേ പാറ്റേണിൽ വേണം അടുത്ത ടേം വരാൻ. 5 × 1 + 1 അടുത്ത സംഖ്യ 6. ഇനി 6 × 2 + 2 14. 14 × 3 + 3 45. 14, 3, 42, 3, 45. 45 × 4 + 4 നാലാമത്തെ വരിയിൽ × 4 + 4 184 വരും. ഓപ്ഷൻ ബി ആണ്. എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കുന്നെങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കുമെന്ന് കാണാൻ എൽസിയം കാണുക. 3 12, 8, 6 എൽസിയം കണ്ടാൽ 24 കിട്ടും. ലസാകും. ഇനി എ ബി എന്നിവ ചെയ്യുന്ന ജോലി ആ എൽസിയത്തെ അതിൻ്റെ ദിവസം കൊണ്ട് ഹരിക്കുക. 24/12 2 വരും. എയും സിയും കൂടി ചെയ്യുന്ന ജോലി കാണാൻ ആ എൽസിയത്തെ ഈ ദിവസം കൊണ്ട് എയും സിയും കൂടെ പൂർത്തിയാക്കുന്ന ദിവസം 24 8 കൊണ്ട് ഹരിക്കുന്നു 3. ബിയും സിയും എന്നിവർ ചേർന്ന് ചെയ്യുന്ന ജോലി കാണാൻ ഈ എൽസിയത്തെ ബിയും സിയും കൂടെ ചെയ്യുന്ന ജോലി ദിവസം കൊണ്ട് ഹരിക്കുക. അതായത് 24/6 4 കിട്ടും. അപ്പോൾ ആകെ ജോലി കാണാൻ ഈ 2, 3, 4 കൂടെ കൂട്ടുക 9 കിട്ടും. ആകെ ജോലി 9. അപ്പോൾ ബി മാത്രമായി ചെയ്യുന്നത് കാണാൻ എ സിയുടെ ജോലി കുറച്ചാൽ മതി. ആകെ ഇപ്പോൾ അവിടെ എല്ലാവരും 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എ ബി, ബി സി, എ സി. എ 2 തവണ വരുന്നുണ്ട്, ബി 2 തവണ വരുന്നുണ്ട്, സി 2 തവണ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ആകെ ജോലി 9 ആണല്ലോ. 9/24 2 കൊണ്ട് ഹരിക്കണം. 2 തവണ വരുന്നുണ്ട്. അതായത് 9/48. 9/48 നിന്ന് എ സിയുടെ ജോലി കുറച്ചാൽ മതി. 1/48. 1/8. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 9 × 8 -48 × 1/8 × 48. അത് 72 -48 ഇത് കുറയ്ക്കാം 4 24. 24/8 × 48
1/16 വരും. അപ്പോൾ 16 ദിവസം. ബി മാത്രമായി ചെയ്യുന്ന ജോലി ഇത് കാണാൻ വേണ്ടി ജോലി 1/16 വരും. അപ്പോൾ 16 ദിവസമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇപ്പോൾ എയും ബിയും സിയും കൂടെ ഉള്ളത് ഇത് നമുക്ക് ഇതിൻ്റെ മൂന്നിൻ്റെ LCM എടുക്കുക. എയും ബിയും കൂടെ 12 ദിവസം, എയും സിയും കൂടെ 8 ദിവസം, ബിയും സിയും കൂടെ 6 ദിവസം. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ LCM കണ്ടാൽ 24 വരും. 12, 8, 6 കൂടെ. ഇപ്പോൾ എയും ബിയും കൂടെ ചെയ്യുന്ന ജോലി കാണാൻ LCMത്തെ ദിവസം കൊണ്ട് ഹരിക്കുക. അതായത് ഹരിക്കുമ്പോൾ എത്ര വരും? 12, 24-നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ 2. ഇനി എയും സിയും കൂടെ ചെയ്യുന്ന ജോലി കാണാൻ LCMത്തെ ആ ദിവസം കൊണ്ട് ഹരിക്കുക. എയും സിയും കൂടെ ചെയ്യുന്ന ദിവസം കൊണ്ട് ഹരിക്കുമ്പോൾ 24/8 3 വരും. പിന്നെ ബിയും സിയും കൂടെ ചെയ്യുന്ന ജോലി കാണാൻ LCMത്തെ അതിൻ്റെ ദിവസം കൊണ്ട് ബിയും സിയും കൂടെ പൂർത്തിയാക്കുന്ന ജോലിയുടെ ദിവസം കൊണ്ട് ഹരിക്കും. 24-നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 4. അപ്പോൾ ആകെ ജോലി മൂന്നാളും കൂടെ ചെയ്യുന്ന ജോലി ഏതാണ്? ഈ 2ഉം 3ഉം 4ഉം കൂടെ കൂട്ടുക. അപ്പോൾ 9 വരും. അപ്പോൾ ഇവിടെ ഈ എയും ബിയും സിയും കൂടെ ചെയ്യുന്ന ജോലി കാണാൻ വേണ്ടി നമുക്ക് ഒരു ഫോർമുല വേണേൽ ചെയ്യാം. 2xyz/xy + yz + zx. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 2 × 12 × 8 × 6 ആ രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ 9/24 ആകെ ഉള്ളത് 9. അപ്പോൾ LCM 9/24. അതിൻ്റെ ഹാഫ് എടുക്കണം. 2 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. എ 2 തവണ വരുന്നുണ്ട്, ബി 2 തവണ വരുന്നുണ്ട്. ഓരോ ഗ്രൂപ്പിലും വരുമ്പോൾ മൊത്തം. അപ്പോൾ അതുകൊണ്ട് 1/2 × 9/24, അതായത് 9/48 വരും. അതിൽ നിന്ന് എയും സിയും കൂടെ ചെയ്യുന്ന ജോലി കുറച്ചാൽ മതി. അതായത് 1/8. പിന്നെ LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 72 9 × 8 72 - 48 × 1 48 48 × 8. അപ്പോൾ നമുക്ക് എന്ത് വരും? 24/48 × 8. 3 24 3 16 16-1. അപ്പോൾ 16 ദിവസം ജോലി. 16-1 ആകുമ്പോൾ 16 ദിവസം വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഒരു ക്ലോക്കിൻ്റെ സൂചി 4:50 കോണളവ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. സൂചികൾ തമ്മിലുള്ള കോണളവ്, അതായത് 4:50. ഇവിടെ 4 മണി 50. ഒരു ഫോർമുല ഉണ്ട്. 30H കോണളവ് കാണാൻ -11/2 m. 30 × H. ഇവിടെ മണിക്കൂർ എത്ര? 4 മണിക്കൂർ. -11/2 × മിനിറ്റ് എത്രയാണ്? 50. 120 - 275 155 വരും. നെഗറ്റീവ് നോക്കണ്ട, കോണളവ് നോക്കിയാൽ 155 ഡിഗ്രി. ഓപ്ഷൻ സി ആണ് ഉത്തരം. നെഗറ്റീവ് 150, നെഗറ്റീവ് എടുക്കണ്ട, ആ അളവ് നോക്കിയാൽ 155. ഓപ്ഷൻ സി ആണ് ഉത്തരം. ിക്കുന്ന സംഖ്യകൾ ഏതാണ് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഈ അക്കങ്ങൾ അങ്ങ് കൂട്ടി നോക്കും. അത് 9ന്റെ ഗുണിതമായിട്ട് വരുന്ന ഏതാണോ അതിനെ നിശേഷം ഹരിക്കാൻ പറ്റും. ഇത് കൂട്ടാം. 1 + 4 + 7 + 5 5 5 10 17 വരും. അപ്പം അത് പറ്റില്ല, 9ന്റെ ഗുണിതമല്ല. ഇനി 3 + 4 + 7 + 1 15 വരും. അതും പറ്റില്ല, 15 9ന്റെ ഗുണിതമല്ല. ഇനി 5 + 4 + 1 + 8 ഇവിടെ 18 വരും. ഇത് 9ന്റെ ഗുണിതമാണ് 5418. ഇതോ 4 + 7 + 9 + 5 25 വരും. അപ്പം ഇതും പറ്റില്ല. ഇത് മാത്രമാണ് 9ന്റെ ഗുണിതം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 237 / ഡാഷ് ഉള്ളത് എത്ര കണ്ടുപിടിക്കാം? സമയം 23:700. 237 ഉള്ളിടത്ത് അറിഞ്ഞുകൂടാത്തടത്ത് എക്സ് എന്ന് കൊടുക്കുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇൻ്റർചേഞ്ച് ചെയ്യാം പരസ്പരം. 237 / 23:700 = എക്സ്. ഈ എക്സ് ഇങ്ങോട്ടും വരും, ഇതിങ്ങോട്ടും വരും. ഇപ്പോൾ 237 വെച്ച് കട്ട് ചെയ്യുക. ഇവിടെ 1, ഇവിടെ 2 0 ഉണ്ട്. അപ്പോൾ എക്സിൻ്റെ 1നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ആ സംഖ്യ അങ്ങ് എഴുതുക. ഇവിടെ ഒരു 100 കൊണ്ടാകുമ്പോൾ ദശാംശം കഴുകി 2 സ്ഥാനം വേണം. അപ്പോൾ ഒരു സ്ഥാനം ഉള്ളതുകൊണ്ട് ഒരു 0 ഇട്ട് കൊടുത്തു. ദശാംശം കഴുകി 2 സ്ഥാനം. 0.01 ആണ് ഉത്തരം. അതായത് 0.01. 0 ഇട്ടാൽ വിലയ്ക്ക് വ്യത്യാസമൊന്നും വരത്തില്ല. പോയിന്റിന് മുമ്പ് 0 മാത്രമേ ഉള്ളൂ എക്സിൻ്റെ വില. അപ്പോൾ ഈ ഡാഷിൻ്റെ വില എന്താണ്? ബ്ലാങ്കിൻ്റെ വില 0.01. ഓപ്ഷൻ സി ആണ് ഉത്തരം.
കാടിൻ്റെ ചെറിയ രൂപമാണ് മൃഗശാല. അപ്പം അതുപോലെ അതേ ബന്ധം വേണം ഇവിടെ വരാൻ. കടലിൻ്റെ ചെറിയ രൂപമാണ് അക്വേറിയം. ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം, അക്വേറിയം. സമാന ബന്ധം. കാടിൻ്റെ ചെറിയ രൂപമാണ് മൃഗശാല, കടലിൻ്റെ ചെറിയ രൂപമാണ് അക്വേറിയം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ കഴിയും. കുറേ ട്രിക്കുകളും ടിപ്പുകളും ഫാസ്റ്റിൽ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാം ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. തുടർന്നും ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.